പാപം കൊണ്ടല്ലെങ്കിൽ പിന്നെ വേറെ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ നരകത്തിലേക്ക് പോകേണ്ടി വരുന്നത്? അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാമാർഗം ഉണ്ടല്ലോ, അത് നിങ്ങൾ തള്ളിക്കളഞ്ഞതുകൊണ്ട്, അഥവാ യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിച്ച് അംഗീകരിക്കാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ നരകത്തിലേക്ക് പോകേണ്ടി വരിക. ഇതിനെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ. പാപം ചെയ്തതിൻ്റെ പേരിൽ ന്യായവിധി വന്നു കഴിഞ്ഞു എന്നല്ല യേശു ക്രിസ്തു പറഞ്ഞത്. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ട്, അഥവാ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ചെയ്ത പാപപരിഹാരയാഗത്തെ അംഗീകരിക്കുകയും യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുകയും ചെയ്യാത്തത് കൊണ്ട് മനുഷ്യൻ നരകത്തിലേക്ക് പോകേണ്ടി വരുന്നു എന്നാണ് യേശു ക്രിസ്തു മുന്നറിയിപ്പ് തന്നത്. ദൈവം